എല്ലാവർക്കും സ്വാഗതം. സമകാലിക വിഷയങ്ങൾ നിഷ്പക്ഷതയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ന്യൂസ് ആൻഡ് ടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തിരിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലം ചരിത്രത്തിലാദ്യമായി ദേശീയ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 4-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം BJP മുഖ്യ എതിരാളി എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം CPM-നെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാൻ, CPM-നെതിരെ എന്തെങ്കിലും പറയാൻ തൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ തയ്യാറല്ല എന്നുള്ളതുമാണ്. മറ്റൊന്ന്, ദക്ഷിണേന്ത്യയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ രംഗത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കുക, ദക്ഷിണേന്ത്യയെ കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. BJP സർക്കാർ എഴുതിത്തള്ളിയ ഒരു പ്രദേശമായി ദക്ഷിണേന്ത്യ മാറിയിരിക്കുന്നു. തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് താൻ വയനാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇത്തരം പ്രസ്താവനകൾ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ ആരാണ് മുഖ്യ എതിരാളികൾ, ആര് തമ്മിലാണ് മത്സരം, ദക്ഷിണേന്ത്യ ശ്രദ്ധിക്കപ്പെടുമോ? ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് ടോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ റോഡ് ഷോ, അതോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയത്, ഇതിനെ തുടർന്നുള്ള വാർത്തകൾ നമുക്കൊന്ന് ഇപ്പോൾ കാണാം. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട് കണ്ട ഏറ്റവും വലിയ ജനാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് രാഹുൽ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോഴിക്കോട് നിന്നും ഹെലികോപ്റ്ററിൽ 11 മണിക്ക് കൽപ്പറ്റയിലെ SKMJ ഹൈസ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിലിറങ്ങിയ രാഹുലിനെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കൽപ്പറ്റയിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ UDF നേതാക്കളും രാഹുലിനെ അനുഗമിച്ചു. ദക്ഷിണേന്ത്യയെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും CPM-നെതിരെ ഒന്നും പറയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I'm here to send a message of unity. I'm here to send a message that South India is important. And I fully understand that the CPM has to attack. So I will absorb all their attack with happiness. But from me, you will not hear a word in my campaign against the CPM. BJP-യാണ് മുഖ്യ എതിരാളിയെന്നും രാഹുൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുന്നതായിരുന്നു രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള വരവ്. UDF-ന്റെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഹരിതവർണ്ണ പതാകയേന്തിയാണ് പങ്കെടുത്തത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുലും പ്രിയങ്കയും നടത്തിയ റോഡ് ഷോ ആയിരങ്ങളെ അഭിവാദ്യമർപ്പിച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കൽപ്പറ്റ SKMJ ഗ്രൗണ്ടിൽ സമാപിച്ചു. UDF-ന്റെ മണ്ഡലത്തിലെ കരുത്തറിയിക്കുന്നതായി രാഹുലിനൊരുക്കിയ സ്വീകരണം. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് ആൻഡ് ടോക്കിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മുഖ്യ എതിരാളികൾ എന്ന് പറയുന്നത് CPM-ഉം കോൺഗ്രസും തന്നെയാണ്, LDF-ഉം UDF-ഉം തന്നെയാണ്. അവിടെ LDF-ന് എതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ, എന്തെങ്കിലും ഒന്ന് പറയാൻ തയ്യാറാവാത്ത ദേശീയ അധ്യക്ഷന്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു നിലപാട് കേരള രാഷ്ട്രീയത്തെ എത്രത്തോളം ബാധിക്കും? രണ്ടാമത്തെ കാര്യം, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള വോട്ടുകൾ കണ്ടുകൊണ്ടാണ്, അമേത്തിയിൽ തോൽക്കുമെന്ന് പേടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് എന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രചരണം. ഇത്തരം കാര്യങ്ങൾക്ക് എന്തു മറുപടി പറയാൻ സാധിക്കും? ആരാണ് ഇവിടെ മുഖ്യ എതിരാളികൾ? ദക്ഷിണേന്ത്യ രാഹുലിന്റെ വരവോടുകൂടി ശ്രദ്ധാകേന്ദ്രമാവുമോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് DYFI ജില്ലാ സെക്രട്ടറി ശ്രീ K. റഫീഖ്, അതുപോലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ K. ഹാരിസ്. 3 പേർക്കും ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം. ശ്രീ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ K. ഹാരിസ്,
താങ്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് വളരെ വൈകിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തീരുമാനിക്കുന്നത്. ടി സിദ്ദീഖ് വന്നു, അതിനുശേഷം പിന്നീട് വരുന്നത് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. തീർച്ചയായും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലം ഒരു വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആരോടാണ് നിങ്ങൾ എതിരിടുക? ദേശീയ അധ്യക്ഷൻ വന്നിട്ട് പറയുന്നു CPMനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സാധ്യമല്ല, CPM മുഖ്യ എതിരാളിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളിലും പ്രതിധ്വനിക്കുന്നില്ല. പിന്നെ ആരാണ് യഥാർത്ഥ എതിരാളികൾ? എങ്ങനെ രാഷ്ട്രീയപരമായി മറ്റുള്ള പാർട്ടികളെ UDF എതിരിടും? എങ്ങനെ ഇതിനെ കാണാൻ സാധിക്കും? ആ ഒരു രാഷ്ട്രീയ പ്രസ്താവനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വയനാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഒക്കെ വോട്ടർമാർ നോക്കിക്കാണുന്നത്. രാജ്യം വളരെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയെ സ്വാഭാവികമായി നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏത് ഭരണം അധികാരത്തിൽ വന്നാലും ദക്ഷിണേന്ത്യയെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഭാവി പ്രതീക്ഷയായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ശക്തമായ ഒരു മുന്നേറ്റം നടത്തുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എതിരാളി എന്ന് പറയുന്നത് BJP തന്നെയാണ്. ഏതാണ്ട് ഇന്ത്യയിലെ 210ഓളം സീറ്റുകളിൽ BJPയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ BJP എപ്പോഴും മൂന്നാം കക്ഷിയാണ്. കേരളത്തിൽ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നേർക്കുനേർ മത്സരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ സിറ്റിംഗ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ മത്സരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടിയാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം നാമനിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടി വയനാട് ജില്ലയിലെത്തിയപ്പോൾ ജില്ലയിലെയും വയനാട് മണ്ഡലത്തിലെയും വോട്ടർമാർ അദ്ദേഹത്തിന് നൽകിയ വരവേൽപ്പ്. തീർച്ചയായും താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയിലേക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല. നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ വരും. ശ്രീ K. റഫീഖ്, DYFIയുടെ ജില്ലാ സെക്രട്ടറി, ആരോടാണ് മത്സരം? CPMനെ കുറിച്ച് ദേശീയ അധ്യക്ഷന്, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന് ഒന്നും പറയാനില്ല, CPMനെതിരെ ഒരു വാക്കുപോലും പറയാനില്ല. പക്ഷേ ഇവിടെ മത്സരം പിന്നെ ആരോടാണ്? BJP എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവോടുകൂടി BDJSന്റെ സീറ്റ് അദ്ദേഹം തിരിച്ചു തന്നെ വാങ്ങി. തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ മത്സരിക്കുന്നു, ഒക്കെ ശരിയാണ്, എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ഇവിടെ CPMനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത ദേശീയ അധ്യക്ഷൻ. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെയാണ് മത്സരത്തിന് വേറുകൂടുന്നത്? അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷയാണ്? മറ്റു പല സ്ഥലങ്ങളിലും കൂട്ടുകെട്ടുണ്ടാക്കിയാണ്, അലയൻസ് ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നത് കോൺഗ്രസും അതുപോലെ CPMഉം. ഇവിടെ കേരളത്തിൽ CPMനെതിരെ ഒന്നും പറയാൻ ദേശീയ അധ്യക്ഷൻ തയ്യാറായിട്ടില്ല. പക്ഷേ കേരളത്തിലെ പോരാട്ടം CPMഉം കോൺഗ്രസും തമ്മിലാണ്, മുഖ്യമായും. BJP മറ്റൊരു എതിരാളിയുമാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രസ്താവനയെ കാണുന്നത്? അല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും കേവലമായ വ്യക്തികൾ തമ്മിലുള്ളതോ അങ്ങനെയുള്ളൊരു മത്സരമല്ല. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് നയത്തെക്കുറിച്ചാണ്. രാജ്യത്തെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന നയം, രാജ്യം ഇതുവരെ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം, ജനാധിപത്യ മൂല്യങ്ങൾ, ഇതെല്ലാം തകർക്കപ്പെടാൻ വേണ്ടി നടത്തുന്ന BJPയുടെ ശ്രമങ്ങൾ ഒക്കെ, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുമുള്ള അടിസ്ഥാനപരമായ ചർച്ചകളാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇവിടെ ആര് മത്സരിക്കുന്നു എന്നതോ ഏത് കുടുംബ പാരമ്പര്യമെന്നതോ അല്ല വിഷയം, നയപ്രശ്നങ്ങൾ. ആ നിലയിൽ നോക്കുമ്പോൾ ഇടതുപക്ഷം CPIM വളരെ കൃത്യമായി ഇന്ത്യയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ അധികാരത്തിൽ കൊണ്ടുവരണം, രാജ്യത്തെ വർഗീയ ശക്തിയെ, BJP നേതൃത്വം കൊടുക്കുന്ന വർഗീയ ശക്തിയെ താഴെ ഇറക്കണം. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. എന്നാൽ അതിനനുയോജ്യമായ നിലപാടല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്.
കോൺഗ്രസ്സിന് അതിന് സാധിക്കില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ നമ്മൾ കാണേണ്ടത്. ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു നാടാണ് കേരളം, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ കേരളത്തിലെ ചില ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ബലിയാടായി ഇവിടെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ രക്ഷയല്ല ഇവരുടെ പ്രാധാന്യം എന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉയർത്തുന്ന നയവും ജനവിരുദ്ധ നയം എന്ന നിലയിൽ, ആഗോളവൽക്കരണത്തിന് ശേഷം നടന്നിട്ടുള്ള നവലിബറൽ നയം എന്ന നിലയിൽ BJP തുടരുന്ന അതേ നയം തന്നെയാണ്. ഈ നയത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അതുകൊണ്ട് BJPയെ താഴെയിറക്കാൻ വേണ്ടി ശരിയായ ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണം. അത് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രാജ്യത്തെ സാധാരണക്കാരുടെ ജനജീവിതവും അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയും കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായ സമ്മർദ്ദ ശക്തിയായി ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത്. കേവലമായ വ്യക്തികൾ ആര് മത്സരിക്കുന്നു എന്നതല്ല ഇവിടെ പ്രധാനം. നയം മുൻനിർത്തിയുള്ള പോരാട്ടത്തിൽ തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാകും. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇവിടെ രാഹുൽ ഗാന്ധി UDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു ചോദ്യവുമായി, ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. ഇടതുപക്ഷത്തിനെതിരെ ഒന്നും അല്ലെങ്കിൽ CPM-നെതിരെ ഒന്നും പറയാനില്ല എന്നുള്ളത്. CPM-നെതിരെ ഒന്നും പറയാനില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന പോരാട്ടങ്ങൾ, ഇതിലെവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇതിനെതിരായൊരു വിമർശനം നടത്താൻ പറ്റുക? രണ്ടാമതായി, രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെ CPIM-നെ പറയുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. എന്താണ് തിരിച്ചറിയുന്നത്? ഇവിടെ യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ ബോധ്യമുള്ളവരായതുകൊണ്ട് തന്നെ നയപ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. നയപ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങി വെച്ച നവലിബറൽ നയമാണ് വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി ജനവിഭാഗം, അതുപോലെ കർഷക ജനവിഭാഗം ഉൾപ്പെടെയുള്ളവരെ പ്രതിസന്ധിയിലാക്കിയത്. ഇവിടെ കർഷക ജനവിഭാഗം 600ഓളം പേർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി തുനിഞ്ഞാൽ ആരാണ് ആ നയം തുടങ്ങി വെച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കർഷക ആത്മഹത്യക്ക് കാരണമാകുന്ന തരത്തിൽ അന്ന് ആരായിരുന്നു കേന്ദ്രം ഭരിച്ചത്? അന്ന് ആരായിരുന്നു കേരളം ഭരിച്ചത്? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് രാഷ്ട്രീയ ചർച്ച നടത്താൻ തയ്യാറാകണം. ഞങ്ങൾ രാഷ്ട്രീയ ചർച്ച നടത്താൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൃത്യമായ രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരണം. അതിനു പകരം ചില വലതുപക്ഷ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കിനെക്കുറിച്ച്, സാരിയെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതല്ല ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യ കണ്ട അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. CPM-ന്റെ മുഖ്യ ശത്രു ആരാണ്, അല്ലെങ്കിൽ മുഖ്യ എതിരാളി ആരാണ്? അപ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ കോൺഗ്രസ്സിന് അതിന് സാധിക്കില്ല എന്നുള്ള തെളിവാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഇവിടെ സ്ഥാനാർത്ഥിത്വം. അവർ കോൺഗ്രസ് ഇക്കാലം അത്രയും BJP ഗവൺമെൻറ്റിനെതിരായി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, അവരെടുത്ത നിലപാടുകൾ, ആ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കാനുള്ള വിട്ടുവീഴ്ചയില്ല നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് സാധിക്കില്ല എന്നുള്ളതാണ്. താങ്കളിലേക്ക് വീണ്ടും വരാം. നമുക്ക് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മലവേൽ, ഇവിടെ നടക്കുന്നത് ഒരു എന്ത് പോരാട്ടമാണ്? വയനാട് ലോക്സഭാ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി തന്നെയാണ്. പിന്നീടാണ് അത് BDJS-ന്റെ സീറ്റ് ആദ്യം വാങ്ങുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഇവിടെ പോരാട്ടം ആര് തമ്മിലാണ്? BJPയുടെ പ്രധാന ദേശീയ നേതാവ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇവിടെ ഒരു വൈറസ് പടരാനിരിക്കുന്നു, മുസ്ലിം ലീഗുമായുള്ള കൂട്ടുകെട്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ ഒരു മത്സരം വിജയിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയായി ഉയരുകയോ മറ്റോ ചെയ്താൽ ആ വൈറസ് രാജ്യം മുഴുവൻ പടരാൻ ഇടയുണ്ട് എന്നൊരു പ്രസ്താവന യോഗി ആദിത്യനാഥ് നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ BJP ആരെയാണ് നേരിടുന്നത്? അതായത് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ മുൻനിർത്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 40 വർഷക്കാലം ഒരു മണ്ഡലം, ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം പോലെ കൊണ്ടു നടന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അമേഠി പോലെയുള്ള ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താതെ ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ മറ്റൊരു ചേരിയിലേക്ക് തിരിയുന്നു എന്നുള്ള യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ
വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിക്ക് അവിടെ നിൽക്കാൻ പോലുമുള്ള ഒരു അവസരം ഉണ്ടാക്കാത്ത തരത്തിൽ അവിടുത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ആ മണ്ഡലത്തിനോടുള്ള ആ എതിർപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകേട് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. 2009 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ചതെങ്കിൽ 2014 വന്നപ്പോൾ വെറും 3 ലക്ഷം വോട്ടുകൾ സ്മൃതി ഇറാനി പിടിച്ചുകൊണ്ട് 37,000 വോട്ടുണ്ടായിരുന്ന BJP 3 ലക്ഷത്തിൻ്റെ അധികം വോട്ടുകൾ നേടിക്കൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പത്തിനൊപ്പം മത്സരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 2014 കഴിഞ്ഞ് തൊട്ടടുത്ത് വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 BJPയുടെ കൈകളിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സീറ്റുള്ളത് BSPയുടെ കയ്യിലാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പോകുന്നത്? 3,46,226 വോട്ടാണ് കോൺഗ്രസിന് BJPക്ക് അവിടെ ഉള്ളത് എങ്കിൽ അവിടെ 2,57,000 ചില്ലാം വോട്ടിൻ്റെ, അതായത് BJPയുടെ പിന്നിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അവിടെയുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി ഓടി രക്ഷപ്പെട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജ്യത്തിൻ്റെ എത്ര സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയാണെങ്കിൽ മണ്ഡലങ്ങളുണ്ട്. കർണാടകത്തിലുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. രാഹുൽ ഗാന്ധി അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം അതെവിടെയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള വിജയിക്കാൻ സാധിക്കും, മുസ്ലിം ലീഗിന് എത്ര വോട്ടുണ്ട്, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് തന്നെ വീഴുമോ അതോ മറ്റേതെങ്കിലും ചേരിയിലേക്ക് പോകുമോ, ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വികസന ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റ് ഇവർ പറയുന്ന മതനിരപേക്ഷത മറ്റ് ആ തരത്തിലൊന്നല്ല. രക്ഷപ്പെടണമെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കണമെങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം. അത് സുരക്ഷിതമായിട്ടുള്ളൊരു മണ്ഡലം വേണം. അത് ഈ വയനാട് ജില്ലയല്ലാതെ, വയനാട് പാർലമെൻറ്റ് മണ്ഡലമല്ലാതെ മറ്റൊരു മണ്ഡലമില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള MP ആരാണ് ഇവരെ പിന്താങ്ങിയിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷക്കാലം MI ഷാനവാസ് തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മുസ്ലിം ലീഗുകാർക്കും യൂത്ത് ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ മുസ്ലിം ലീഗുകാർ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരണം നടത്തിയതാണ്. MI ഷാനവാസിനെ പോലെയുള്ള ആളുകളെ ഇനി മത്സരിപ്പിച്ചാൽ ഈ മണ്ഡലം തോറ്റുപോകും, പുറകോട്ട് പോകുമെന്ന് മുസ്ലിം ലീഗുകാരടക്കം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അതിന് മുമ്പ് ഏകദേശം 2 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ MI ഷാനവാസ് ഇവിടെ നിന്ന് ജയിച്ചപ്പോൾ ഈ നിൽക്കുന്ന DYFIക്കാരും CPMകാരും അടക്കം പിന്താങ്ങിയിട്ടുള്ള UPA ആണ് ഇന്ത്യ രാജ്യം ഭരിച്ചത്. അന്ന് കർണാടകവും കോൺഗ്രസ് ഭരിക്കുകയാണ്, കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്, ഇന്ത്യ രാജ്യം മൻമോഹൻ സിംഗ് ഭരിക്കുകയാണ്. ഇവർക്ക് ഒരു റെയിൽവേ വിഷയം നമുക്കറിയാം. ആ റെയിൽവേയുടെയൊക്കെ വിഷയം, റെയിൽവേയൊക്കെ ഈ നഞ്ചങ്കോട് റെയിൽവേയൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായാൽ ഏകദേശം തിരുവനന്തപുരം ജില്ല ഇവിടെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വയനാട്. നമുക്ക് ആ വിഷയത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ ഹാരിസ്, മുസ്ലിം ലീഗ് ഒരു വൈറസായി പടരും എന്നാണ് യോഗി ആദിത്യനാഥ് പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി UPA ഉയർത്തിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും വിജയിച്ചു പോയാൽ തീർച്ചയായും മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടായിരിക്കും അത്. അങ്ങനെ മുസ്ലിം ലീഗ് രാജ്യത്താകമാനം ഒരു വൈറസായി പടരും എന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടാൻ നിങ്ങൾ കണ്ടെത്തിയ ഒരു നേതാവ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജയം ഉറപ്പാക്കേണ്ട കടമ ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനുമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു വൈറസായി പടരാൻ സാധ്യതയുണ്ടെന്ന് BJPയുടെ ഒരു നേതാവ് പറയുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ട് കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയായി നിങ്ങൾ കാണുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തിയത് എന്നും പറയുന്നു. മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? മുസ്ലിം ലീഗ് കഴിഞ്ഞ 70 വർഷക്കാലമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത് സ്വാഭാവികമായും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന് അറിയില്ലെങ്കിലും കേരളത്തിലെയും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെയും ഒക്കെ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മുസ്ലിം ലീഗ് എപ്പോഴും കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ അടക്കമുള്ള ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. എപ്പോഴും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്നും. മുസ്ലിം ലീഗ് രൂപീകരിച്ച അന്ന് മുതൽ തന്നെ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അന്ന് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജ്യത്തിലെ യുദ്ധം നടന്നപ്പോൾ MP മാരുടെ സംഭാവന
ആവശ്യപ്പെട്ടപ്പോൾ ഇസ്മായിൽ സാഹിബിൻ്റെ മകനെ സ്വന്തം പട്ടാളത്തിലേക്ക് അയച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത ഒരു നേതാവ് രൂപം കൊടുത്തൊരു പാർട്ടിയാണിത്. അതുപോലെ തന്നെ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. CH പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ മക്ക സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ പോലും മുസ്ലിം ലീഗ് പാർട്ടി ഇന്ത്യയുടെ ആ മണ്ണ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത് ഞങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഗീയപരമായ പ്രവർത്തനങ്ങൾ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളത്തിൽ മാത്രം ആത്മസംയമനം പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പല ആളുകളും ഇറങ്ങിപ്പോവുകയും ഞങ്ങൾക്ക് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് നഷ്ടങ്ങളുമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വില കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടെ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ മറുപടികളൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമൊക്കെ ഇന്ന് കൃത്യമായി അത് മുസ്ലിം ലീഗ് വൈറസ് അല്ല, അതൊരു ആൻറ്റി വൈറസാണ് എന്ന് കൃത്യമായി യോഗി ആദിത്യനാഥിനുള്ള അല്ലെങ്കിൽ BJPക്കുള്ള ഒരു ആൻറ്റി വൈറസാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ വോട്ട് കണ്ടുകൊണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വന്നത്. ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് ന്യൂനപക്ഷം 28% ഇവിടുത്തെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ വോട്ട് ഏതാണ്ട് 22%, 49% ഹൈന്ദവ വോട്ടുമുള്ളൊരു മണ്ഡലമാണിത്. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുമ്പ് തന്നെ ഏത് വിധേനയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ തടുക്കുന്നതിന് വേണ്ടി BJPയും ഇടതുപക്ഷവും ഒരേപോലെ ഒരേ സ്വരത്തിൽ പ്രതികരിച്ച ഒരു സാഹചര്യം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അമേഠിയിൽ പരാജയ ഭീതി മൂലമാണ് ഇവിടെ വന്നത് എന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അമേഠിയുടെ രാഷ്ട്രീയത ഇപ്പോൾ പ്രശാന്ത് ഇവിടെ പറഞ്ഞു. അമേഠിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ തരംഗമായിരുന്നു. അവിടെ പേടിക്കണം, കാരണം അവിടെ 3.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്താണ് 1 ലക്ഷമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കുറഞ്ഞത്. അത് മോദി തരംഗത്തിൽ 1 ലക്ഷം വോട്ടുകൾ നേടി എന്നുള്ളത് അവകാശവാദമായി കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ 1 ലക്ഷം വോട്ടുകളായി അത് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയല്ലേ അമേഠിയുടെ ചരിത്രത്തിൽ? അല്ല, അവിടെ അന്നത്തെ ആ ഒരു സാഹചര്യം, അന്ന് ഒരു മോഡി തരംഗമായിരുന്നു അന്ന് ഇന്ത്യ രാജ്യത്ത് മൊത്തം അലയടിച്ചുകൊണ്ടിരുന്നത്. അവിടെ BSP അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി വിവിധ മതേതര കക്ഷികളുടെ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ഭിന്നിച്ചു നിന്ന് മത്സരിച്ച ഒരു സാഹചര്യം കൂടെ ആ സമയത്തുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ടാണ് ആ ഒരു തരംഗത്തിലും 1 ലക്ഷത്തിൽ പരം വോട്ടിന് അവിടെ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത് കർണാടകയിലടക്കം മത്സരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടായിട്ട് പോലും ഇവിടേക്ക് വന്നുള്ളത്. കർണാടകയിലെ ബെല്ലാരിയിൽ 2,40,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ പശ്ചിമ ബംഗാളിൽ, അതേപോലെ കർണാടകയിൽ തന്നെ മറ്റൊരു മണ്ഡലമായ ബഹ്റംപൂരിലൊക്കെ ഏതാണ്ട് 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് വിജയിച്ചു വന്ന പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ PCC രാഹുൽ ഗാന്ധിയെ മത്സരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു. താങ്കൾ പറഞ്ഞ ഒരു ചോദ്യം വെച്ച് തന്നെ ശ്രീ K. റഫീഖിനോട് ചോദിക്കാം. സാധാരണ ഇവിടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല. തീർച്ചയായും 2 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് പല നേതാക്കളും പല സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് പരാജയഭീതി പൂണ്ടിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത് എന്ന ആരോപണങ്ങൾ എങ്ങനെയുണ്ടായി? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നു, അതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കുന്നു. ഇത് വ്യാപക പ്രചരണം നടത്തപ്പെടുന്നത് UDFന്റെ ഭാഗത്തു നിന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വലിയ വികസനത്തിനും അതുപോലെ മറ്റൊരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മണ്ഡലം മാറുന്നതിനും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കാരണമാകുമെന്നാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവേശത്തെ ഇത്രത്തോളം നിഷേധാത്മക നിലപാടുകളുമായി CPM നേരിടുന്നത്? രാഹുൽ ഗാന്ധി ആണെങ്കിൽ നേരെ മറിച്ച് CPM-എതിരെ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ എവിടെയാണ് ഈ ഒരു അലയൻസ് മുന്നോട്ട് പോകുന്നത്? അല്ല, ഇവിടെ നിങ്ങൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ രാഹുൽ ഗാന്ധിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധി രാഷ്ട്രീയം പറയണം, ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കേരളത്തിൻ്റെ ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകട്ടെ, നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. ഇവിടെ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വികസനത്തിന് വേണ്ടിയാണ് വയനാട്ടിലേക്ക് ഈ രാഹുൽ ഗാന്ധി വരുന്നത് എന്ന നിലയിൽ UDF പ്രചരിപ്പിക്കുമ്പോൾ ഏത് വികസനത്തെക്കുറിച്ചാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? എന്താണ് വയനാടും അമേഠിയും തമ്മിലുള്ള താരതമ്യം? നമ്മളത് പരിശോധിക്കണ്ടേ? അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അമേഠിയിൽ സ്കൂള്, അവിടെയുള്ള സാക്ഷരതാ നിരക്ക് 60% താഴെയാണ് അമേഠിയിൽ. വയനാട്ടിലോ? വയനാട്ടിൽ 88% മുകളിലാണ്. ആ നിലയിലേക്ക് സാക്ഷരതാ നിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആശുപത്രി സംവിധാനം, ഇവിടെ മുക്കിന് ആശുപത്രികളാണ്.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അവിടെയോ അവിടുത്തെ സാഹചര്യം എന്താണ്? ആയുർദൈർഘ്യം 17 വർഷത്തിൻ്റെ വ്യത്യാസമാണ് ആയുർദൈർഘ്യം അമേഠിയിലെയും വയനാട്ടിലെയും തമ്മിലുള്ളത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണല്ലോ, നമ്മുടെ ഇൻ്റർനെറ്റുകളിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. വികസനം എന്നുള്ളത് വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി UDF ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമോ എന്നതല്ല. എന്താണ് വയനാടിനോടുള്ള UDFൻ്റെ കാഴ്ചപ്പാട്? കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ MP ആയിരുന്നത് UDFൻ്റെ MP ആണ്. പറഞ്ഞ ഏത് വാഗ്ദാനമാണ് പാലിച്ചിട്ടുള്ളത്? രാത്രികാല ഗതാഗത നിരോധനം. ഇവിടെ ആ നിരോധനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നെഞ്ചങ്കോട് റെയിൽവേ പാത, ശ്രീചിത്ര മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ 10 വർഷം മുമ്പ് നൽകിയിട്ടും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഉണ്ടായിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷൻ ഇവിടെ MP ആയിരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ കാണാൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ എങ്ങനെയാണ് ഒരു അഖിലേന്ത്യാ അധ്യക്ഷൻ ഇവിടെ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അതല്ല വിഷയം. അതോടൊപ്പം തന്നെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെ പേടിയോട് കാണുക എന്നുള്ളതല്ല. 2 മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വം മത്സരിക്കുമ്പോൾ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശമായി നൽകാൻ കഴിയണം. എന്താണ് രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം? എന്താണ് കേരളം പോലെയുള്ള മതനിരപേക്ഷതയുടെ നാട്ടിൽ, ഇടതുപക്ഷത്തിനും ശക്തിയുള്ള നാട്ടിൽ BJPക്കെതിരായി RSSനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു നാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ എന്താണ് പ്രാധാന്യമുള്ളത്? ഇവിടെ ദക്ഷിണേന്ത്യയിൽ വലിയ രൂപത്തിലുള്ള കോൺഗ്രസിന് മുന്നേറ്റത്തിന് വേണ്ടിയാണ്, സ്വാധീനത്തിന് വേണ്ടിയാണ് എന്ന പ്രചാരവേലയാണ് UDF നടത്തുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ചു. എന്തേ അവിടെ ഒരു സ്വാധീനം ഉണ്ടായില്ല? ഇനി അങ്ങനെ ഉത്തരേന്ത്യയിലുള്ള ദക്ഷിണേന്ത്യയോടുള്ള കൂറുകൊണ്ടാണ് മത്സരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് കർണാടകത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല? BJPക്ക് കുറേയെങ്കിലും കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വാധീനമുള്ള ഒരു നാടാണല്ലോ കർണാടക. എന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാവുന്നില്ല? എന്താണ് രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിൻ്റെ സന്ദേശം? ഇതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി അങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചാരവേല കൊണ്ട് നമ്മുടെ നാടിന് എന്ത് പ്രസക്തി? അമേഠിയിലും ഇവിടെ ഇടതുപക്ഷം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നത്. ഇനി ഇവരുടെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ ഇവിടെ രാഹുൽ ഗാന്ധി വിജയിക്കുന്നു, അമേഠിയിലും രാഹുൽ ഗാന്ധി വിജയിക്കുന്നു. ഏത് സീറ്റാണ് തിരഞ്ഞെടുക്കും? രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്, അമേഠി ഈസ് മൈ ഫാമിലി ഈസ് ഫോർ എവർ. അമേഠി എൻ്റെ കുടുംബമാണ്, എനിക്കെപ്പോഴും വേണ്ടത് അമേഠിയാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് BJPക്കെതിരെ ശക്തമായ ഒരു എതിരാളിയായിട്ട് CPM ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക? ഇത്ര കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം ഇത്ര കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്ന CPMന് എങ്ങനെ BJPയുടെ എതിരാളികളായി മാറാൻ സാധിക്കും? ഇവിടെ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ നിലപാടാണ് ഒരു പ്രതിപക്ഷമായി മാറാൻ സാധിക്കുക. ഈ 1ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം, അവിടെ അങ്ങനെ അധികാരത്തിലേക്ക് BJPയെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എടുത്ത നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായി സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് ഒരുപാട് ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പിലാക്കിപ്പിക്കാൻ ഉൾപ്പെടെ കോമൺ മിനിമം പരിപാടിയുടെ ഭാഗമായി സാധിച്ചു. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നിലപാട്, ആ നിലപാടിന് സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരണം. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ ഒരു ഗവൺമെൻറ് തന്നെ അതിന് മാതൃകയാണ്. ഒട്ടനവധിയായ വർഗീയ ശ്രമങ്ങൾ ഇവിടെ നടക്കുകയാണ്, വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയാണ്. ശബരിമലയുടെ പേരിൽ സഖാവ് അഭിമന്യുവിനെ കൊല ചെയ്തുകൊണ്ട് SDPI പോലെയുള്ള സംഘടനകൾ അങ്ങനെയുള്ള വലിയ രൂപത്തിലുള്ള കലാപശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ജനക്ഷേമപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. N. റാം എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് N. റാം. ദേശീയ ലെവൽ അദ്ദേഹത്തോട് ഡൽഹിയിൽ വെച്ച് മറ്റ് പത്രപ്രവർത്തകർ ചോദ്യം ചോദിച്ചു 5-6 മാസം മുമ്പ്, ആരാണ് ഇന്ത്യക്ക് ബദൽ, ഇന്ത്യയുടെ പ്രതിപക്ഷം ആരാണ്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷം എന്നല്ല. അദ്ദേഹം പറഞ്ഞത് വേറെ ഏതെങ്കിലും പാർട്ടിയാണ് പ്രതിപക്ഷം എന്നല്ല. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഈ രാജ്യത്ത് ശരിയായ ഒരു ബദൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷമായി എങ്ങനെയാണ് ഒരു ബദൽ ഉണ്ടാവേണ്ടത് എന്ന് ശരിയാവണ്ണം പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എന്ന് N. റാമിനെ പോലുള്ള മുതിർന്ന പത്രപ്രവർത്തകർ പറഞ്ഞു വെക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ പ്രശാന്ത് മലവേൽ, BJPയുടെ ഈ തവണത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് ശബരിമല വിഷയം ഒന്നാമത്തെ വിഷയമായിട്ട് മുൻപോട്ട് വരുന്നു. രണ്ടാമത്തത് BDJSുമായുള്ള അലയൻസിലൂടെ കേരളത്തിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സീറ്റ് നേടിക്കൊണ്ട് കേന്ദ്രത്തിലേക്ക്
തെരഞ്ഞെടുക്കപ്പെടാം എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. ഇവിടെ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി ഇത്തരം എതിരാളികളെ നേരിടുക? പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ കേരളത്തിലേക്കുള്ള വരവ് എങ്ങനെ കാണുന്നു അതിനെ? ഇല്ല, ദക്ഷിണേന്ത്യയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അതിനു വേണ്ടിയിട്ട് കുറേ മെനക്കെടുന്നുണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കേരളത്തിലടക്കം വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ പരിശോധിക്ക്. കഴിഞ്ഞ 2009 37,000 വോട്ടേ BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2014 BJPക്ക് 80,000 വോട്ടായി. അതായത് BJPയുടെ വോട്ട് വർധന 50%. വേറെ ഏത് പാർട്ടിക്ക് സാധിക്കും അങ്ങനെ 50% വോട്ട് വർദ്ധിച്ചുകൊണ്ട് മുന്നേറാൻ? BJPക്ക് അല്ലാതെ മറ്റേത് പാർട്ടിക്ക് സാധിക്കും? ഇവർ രണ്ട് കൂട്ടരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കഴിഞ്ഞ UPA ഭരിക്കുമ്പോൾ ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രണ്ട് മുന്നണികളും ഭരിക്കുന്നത് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ടുള്ള ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കൈവെക്കാൻ വേണ്ടി ഈ നവലിബറൽ മറ്റുള്ള സംവിധാനങ്ങൾ മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നുണ്ടെന്ന് അല്ലാതെ യഥാർത്ഥത്തിൽ ഇവർക്ക് അധികാരം കിട്ടാൻ ഏതെങ്കിലും മാർഗം ഉപയോഗിക്കണം. CPMൻ്റെ പ്രശ്നം എന്താ? ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോവും. അതിന് രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ ഉള്ള സീറ്റും കൂടി പോകുമെന്നുള്ള പേടി കൊണ്ടാണ് CPM ഈ നവലിബറൽ മതനിരപേക്ഷത എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി എത്ര സീറ്റ് നഷ്ടപ്പെടുമെന്ന് അവർ ബേജാറിലാണ്. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരക്ഷരം CPMനെതിരെ കോൺഗ്രസ് പറയില്ല എന്ന് പറയുമ്പോൾ തന്നെ CPMൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടുകൾ ഇവർ പ്രീപോൾ അലയൻസിലൂടെ ഇവരത് നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ശബരിമല പോലുള്ള വിഷയങ്ങൾ ഈ കേരളത്തിൽ ഒരു വലിയ വിഷയം തന്നെയാണ്. ഒരു വികാരമാണ് അയ്യപ്പൻ എന്നുള്ളത്. ആ അയ്യപ്പൻ്റെ വികാരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഭരണകൂടം എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സമരം നയിച്ചിട്ടുള്ള K. സുരേന്ദ്രൻ, ജയിലിലടക്കം കിടന്നിട്ടുള്ള K. സുരേന്ദ്രൻ്റെ പേരിൽ ഈ നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഇവിടുത്തെ സംസ്ഥാന സർക്കാരും പോലീസും പറയുകയാണ് നിങ്ങളുടെ പേരിൽ 242 കേസ് കൂടിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ഒരു പത്രിക കൂടി കൊടുത്തു. പത്രിക അംഗീകരിച്ചു. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ പത്രിക എങ്ങനെയും തള്ളണമെന്നുള്ള ഒരു ഗൂഢലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. ഈ BDJSൻ്റെ സീറ്റിനെ കുറിച്ച് ചോദിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഈ BDJSന് നൽകിയിട്ടുള്ള സീറ്റിൽ ഇവിടെ സ്ഥാനാർത്ഥി മറ്റൊരാളായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഞങ്ങളും ശക്തമായിട്ടുള്ള മത്സരത്തിന് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. കേരളത്തിലെ മുഴുവൻ വേരോട്ടമുള്ള SNDPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് തുഷാർ വെള്ളാപ്പള്ളി. ഈ ഇന്ത്യ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മേഖലയാണ് വയനാട് ജില്ല. അദ്ദേഹത്തെ പോലെയുള്ള ആൾ തന്നെയാണ് ഇവിടെ മത്സരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള തരംഗം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. മാധ്യമങ്ങൾ അത് കൃത്യമായിട്ട് പുറത്തു കൊടുക്കുന്നില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. BDJSും NDAയും ഭാരതീയ ജനതാ പാർട്ടിയും അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി പോവുകയാണ്. വയനാട് ജില്ലയെ ഈ പിന്നോക്ക ജില്ലയാക്കി മാറ്റിയിട്ടുള്ള ഈ രണ്ട് മുന്നണികളുടെ പച്ചയായിട്ടുള്ള കള്ളത്തരം ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും. നഞ്ചങ്കോട് റെയിൽവേ പോലുള്ള വിഷയം ഞങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ വെക്കും. രാത്രിയാത്രാ നിരോധനത്തിൽ രണ്ട് മുന്നണികളും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ മുന്നിൽ വെക്കും. ആദിവാസി മേഖലയിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മ, ഈ പാവപ്പെട്ട ആദിവാസികൾ 10-60 വർഷക്കാലം ഈ പിന്നോക്കമായിട്ടുള്ള ഈ ജില്ലയിൽ അധിവസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കൂര പോലുമില്ലാതെ ഒട്ടനവധി ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് വയനാട് ജില്ല. ടൂറിസം മേഖലയിൽ ഉണ്ടാകേണ്ടായിരുന്ന വികസനം ഒക്കെ താറുമാറാക്കിയിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ദേശീയ കക്ഷി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭീതി CPMനെ അലട്ടുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഈ സീറ്റ് കൂടി നഷ്ടപ്പെടും, കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും, UDFന് ദേശീയ കക്ഷി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയുണ്ടോ? ശ്രീ പ്രശാന്ത് മലവേലിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് എന്താണ് മറുപടി? ഒരിക്കലുമില്ല. ഇവിടെ നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ചോദിച്ചു ഈ സീറ്റ് നഷ്ടപ്പെടും രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി എന്ന് ആരാണ് പറയുന്നത്? ഇവിടെ കുറ്റിച്ചോലിനെ നിർത്തിയാലും ജയിക്കാൻ കഴിയും എന്ന് UDFൻ്റെ നേതാക്കന്മാർ പറഞ്ഞ സ്ഥാനത്ത് നിന്നും അഖിലേന്ത്യാ അധ്യക്ഷനെ മത്സരിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അവരെത്തി. 1. 2, ഈ മണ്ഡലം എന്ന് പറയുന്നത് ഒരിക്കലും UDFന് അനുകൂലമായ മണ്ഡലമല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 51 പഞ്ചായത്തുകൾ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുണ്ട്. അതിൽ 34 ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. 5 മുനിസിപ്പാലിറ്റികൾ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുണ്ട്. അതിൽ 4 ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. 7 MLAമാരിൽ 4 പേരും ഇടതുപക്ഷത്തിൻ്റെ MLAമാരാണ്. 20,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം പരാജയപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമപരമായ
ഒട്ടനവധിയായ പ്രവർത്തനങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വെക്കും. രാജ്യത്ത് RSSനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തും ജനങ്ങളെ. കാരണം കോൺഗ്രസ് നമുക്കറിയാം, കോൺഗ്രസ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കോൺഗ്രസ്സായ നേതാക്കന്മാർ രാവിലെ വെളുക്കുമ്പോഴേക്ക് BJP ആയി മാറുകയാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനെ കുറിച്ച് പറയുന്ന കാര്യമല്ല. MLA മാർ 150ഓളം MLA മാർ, 50ഓളം MP മാർ, അരുണാചലിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇതേ കോൺഗ്രസുമായി പല സ്ഥലങ്ങളിലും അലയൻസ് ഇല്ലേ? പശ്ചിമ ബംഗാളിലടക്കം അലയൻസ് സ്വീകരിച്ചിട്ടില്ലേ? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ. ഇവിടെ ഇടതുപക്ഷം അതിലെടുത്ത നിലപാട്, ഇടതുപക്ഷത്തിന് സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ ആ ഇടതുപക്ഷം മതനിരപേക്ഷ ഇടതുപക്ഷം മുഖ്യ എതിരാളിയായിട്ട് BJP ആണോ കാണുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ രാജ്യത്ത് മുഖ്യമായും രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും ഈ BJPയുടെ വർഗീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന മുഖ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അതിന് ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് സാധിക്കില്ല എന്ന ഉത്തരം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ 45 MP മാർ മാത്രമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ടൊരു പാർട്ടി അല്ലാതെ ആയി കോൺഗ്രസ് മാറി. അതിനേക്കാൾ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ 35ഉം 32ഉം ഒക്കെ സീറ്റുകളുള്ള പാർട്ടികൾ നിലവിൽ പാർലമെന്റിലുണ്ട്, പ്രാദേശിക പാർട്ടികൾ. ഈ രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ മതനിരപേക്ഷ പാർട്ടികളുടെ ഐക്യം ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് തടസ്സം നിൽക്കുന്ന BJPക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. വിവിധ കോൺഗ്രസ് നേതാക്കന്മാർ രാത്രി കോൺഗ്രസ് ആണെങ്കിൽ പകൽ BJP ആയി മാറിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പോലൊരു പാർട്ടി നിങ്ങൾ നോക്ക്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകം. ആ കർണാടകത്തിൽ MLA മാർ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച MLA മാർ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ അവർക്കനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി റിസോർട്ടിൽ റൂമുകളിൽ പൂട്ടിയിടേണ്ടി വരുന്നൊരു പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് BJPയെ പോലൊരു ശക്തിയെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുക? അത് വളരെ ഗൗരവമായ വിഷയം. BJP ആണ് പിന്നെ CPMന്റെ മുഖ്യ ശത്രുവാണ്. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJPക്കെതിരെ CPM മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സ്ഥലത്തും CPM നേരിട്ട് BJPയുമായി മത്സരിക്കുന്നില്ല. ഇവിടെ രാഹുൽ ഗാന്ധി CPMനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. ഈ കേരളം ഒഴികെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച ഫ്ലക്സ് വെച്ചിട്ടാണ്. തമിഴ്നാട്ടിലടക്കം CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഫോട്ടോ പോലും ദേശീയ നേതാക്കന്മാരുടെ ഫോട്ടോ പോലും ഇവരുടെ പ്രചരണ ബോർഡുകളിലില്ല. അവിടെയൊക്കെ ഉള്ളത് ഭാവി പ്രധാനമന്ത്രി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പിൻബലത്തിലാണ് CPM മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മത്സരിക്കുന്നത്. ഇവിടെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ പ്രഖ്യാപിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ഏതാണ്ട് ദേശീയ പദവി നഷ്ടപ്പെടുമെന്ന ഭീതി CPMനുണ്ടാവുകയും ഒരുപക്ഷെ 20 മണ്ഡലത്തിലും ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്നുള്ള ഭയം കൊണ്ട് എല്ലാ ശ്രമവും ഇവർ നടത്തി. കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ വയനാട് മണ്ഡലത്തിൽ കൊണ്ടുവരാതിരിക്കുവാനുള്ള എല്ലാ ശ്രമവും CPM നടത്തി. അതേപോലെ തന്നെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി BJP നടത്തി. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ, അതിന്റെ പ്രചരണങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ, നേരത്തെ ഇവിടെ റഫീഖ് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇടതുപക്ഷത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത് ഒരു വിഡിത്തമാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആ ഒരു തരംഗം കേരളത്തിൽ അലയടിക്കുകയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളടക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമെന്നുള്ള ഭീതിയാണ് CPMനെ കുറിച്ച് പ്രശാന്ത് മലവേൽ ഇവിടെ പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മത്സരം തമ്മിൽ തന്നെയാണ് എന്ന് പറയുന്നു. BJP അവിടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? BJPക്ക് സീറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റെങ്കിലും ലോക്സഭയിലേക്ക് നേടുക, അതുപോലെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ എങ്ങനെ കാണാൻ പറ്റും? വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല രാഹുൽ ഗാന്ധി എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് മുന്നണികളും ദക്ഷിണേന്ത്യയിലേക്ക് ചുരുങ്ങിയത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവിടെ പിന്നെ ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ CPMന്റെ സീതാറാം യെച്ചൂരിക്കോ മറ്റുള്ള നേതാക്കന്മാർക്ക് ഒരു സീറ്റ് പോലും ഇല്ല, അവർ മത്സരിക്കുന്നുമില്ല. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിന് മത്സരിക്കണമെങ്കിൽ കേരളത്തിൽ വരണം. എവിടെ നിന്നാണ് കോൺഗ്രസ് ഇത്തവണ പിന്നെ പ്രചരണം തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയോ?
ഉത്തരേന്ത്യയിൽ എവിടെയല്ല, കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ടാണ് ഈ പ്രചരണം തുടങ്ങിയത്. അതായത് ഇവർ മറ്റു മേഖലകളിൽ നിന്ന്, ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും മുഴുവൻ തുടച്ചു നീക്കി രണ്ട് കൂട്ടരും ഈ ദക്ഷിണേന്ത്യയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി ദക്ഷിണേന്ത്യയാണ് ഇവരുടെ ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ നിന്ന് മാറ്റം. ദക്ഷിണേന്ത്യയിലും BJP-യുടെ സ്വാധീനം നിങ്ങൾ നോക്ക്. കർണാടകത്തിൽ എത്ര MP, 5 MLA കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിക്കും. മധ്യപ്രദേശിലൊക്കെ ഉത്തരേന്ത്യയിൽ എവിടെ എത്ര സീറ്റിന്റെ വ്യത്യാസം വന്നു? BJP-യുമായിട്ട് എത്ര താരതമ്യം ചെയ്ത് നോക്കും നിങ്ങൾ. അത് അവിടെ 2-3 സീറ്റിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറിയിട്ടുണ്ട്. അതല്ലാതെ BJP അവിടെ അവർക്ക് എതിർക്കാം അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇവർ പറയുന്ന നരേന്ദ്രമോദി നരാധമനാണ്, നരേന്ദ്രമോദി വർഗീയ വിദ്വേഷം പറയുന്ന ആളാണ്, നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരാണ്, നരേന്ദ്രമോദി ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രണ്ട് മുന്നണികളും ഇത്രയൊക്കെ നരേന്ദ്രമോദിക്ക് മോശം ഭരണമാണെങ്കിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? അമേഠിയിൽ തന്നെ മത്സരിക്കട്ടെ, അല്ലെ വാരണാസിയിൽ മത്സരിക്കട്ടെ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ CPM-ന്റെ സീതാറാം യെച്ചൂരി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കട്ടെ. ഇവർക്കറിയാം ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കണ്ടു. അവർക്കത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ് ഈ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറച്ച് പുറകിലായിരുന്ന BJP ശബരിമല വിഷയത്തിലും മറ്റുള്ള വിഷയത്തിലും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ നിന്നു എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾ വലിയ മുന്നേറ്റമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ഞാൻ സൂചിപ്പിച്ചു 2009 വെറും 37,000 വോട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 80,000 വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു ശബരിമല ഇഷ്യൂവിൻ്റെയും പേരിലല്ല. ജനങ്ങൾ രണ്ട് മുന്നണികളെയും മടുത്തിരിക്കുന്നു. ഇപ്പം നേരത്തെ റഫീഖ് ഇവിടെ സൂചിപ്പിച്ചു, ഈ വയനാട് ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും എന്ന് വേണ്ട സകല എല്ലാ മേഖലയിലും മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ CPM-ഓ ആണ് ഭരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ? വയനാടിന് വികസനമില്ല, ആദിവാസികൾക്ക് വികസനമില്ല, റെയിൽവേ നടപ്പിലാവുന്നില്ല. അതായത് ഇവർ രണ്ട് കൂട്ടരും ഇതിനു മുൻപ് പാർലമെൻറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല, ഇവർ ചെയ്യൂല. ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ ജനങ്ങളെ മുന്നിൽ ഈ വർഗീയവാദിയാണ് നരേന്ദ്രമോദി, BJP വന്നാൽ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ്, ഭരണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നില്ല, ഈ കള്ള പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയും BJP-ക്കെതിരെയും ഇല്ലാത്ത കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പശു വിഷയത്തിലൊക്കെയാണ് ഇവർക്ക് ബീഫിൻ്റെ വിഷയം. എവിടെ ബീഫിൻ്റെ വിഷയം? ഞാനത് ഇവർ പറയും, കുറച്ച് കഴിയുമ്പോൾ എനിക്കെതിരെ പറയും, ഞാൻ അങ്ങോട്ട് പറയാം. ബീഫിൻ്റെ വിഷയമൊക്കെ ഈ 24 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിരോധിച്ചിട്ടുള്ളതാണ് ഗോവധം. എന്നിട്ട് അതിൻ്റെ പേരിൽ BJP-യെ വർഗീയവാദികൾ, വർഗീയ പാർട്ടി എന്ന് പറയുന്ന മധ്യപ്രദേശിൽ നിങ്ങൾ കണ്ടല്ലോ, കോൺഗ്രസ് അല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്. എന്താ അവിടെ പശുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? ആരെയാണ് അവിടെ അടിച്ചു കൊല്ലാൻ വേണ്ടി എടുത്തിട്ടുള്ളത്? അവിടുത്തെ അടിച്ചു കൊന്നിട്ടുള്ള ആളുകളോട് കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? അപ്പോൾ ഇതൊക്കെ കള്ള നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഈ രാജ്യത്ത് ചില നിയമങ്ങളും നിയമവ്യവസ്ഥകളുണ്ട്. അത് മുന്നോട്ട് പോകുന്നതിനെ അല്ലെങ്കിൽ അത് ചില ആളുകളെടുത്ത് ഉപയോഗിക്കുന്നതിനെ BJP-യുടെ വർഗീയപരമായിട്ടുള്ള കാഴ്ചപ്പാടും ആ തരത്തിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ച നരേന്ദ്രമോദി സൗജന്യമായി, ഏകദേശം 3 കോടി ജനങ്ങൾക്ക് സൗജന്യമായി നരേന്ദ്രമോദി വൈദ്യുതി എത്തിച്ചു. 1 കോടി ജനങ്ങൾക്ക് ആവാസ് യോജനയിലൂടെ ഈ വീടുകൾ നിർമ്മിച്ചു നൽകി എന്ന് വേണ്ട സകല മേഖലകളിലും നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം പറഞ്ഞോ നിങ്ങൾ, ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നോട്ട് നിരോധനത്തിലൂടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങളാണ്, പറഞ്ഞാൽ തീരാത്ത അത്രയധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ ഇവർക്ക് അതൊന്നും പറഞ്ഞു, എന്നാൽ പിന്നെ നോട്ട് നിരോധനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിൽ മത്സരിക്കും നിങ്ങൾ, മധ്യപ്രദേശിൽ മത്സരിക്കും നിങ്ങളുടെ രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി മത്സരിക്കും. അല്ലാണ്ട് ഈ കേരളത്തിലേക്ക് ഒളിച്ചോടി, കേരളത്തിന്റെ വയനാട് ജില്ലയിലേക്ക് ഒളിച്ചോടി. ഇവിടെ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത്, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, CPM എവിടെയാണ് മത്സരിക്കുന്നത്? മുസ്ലിം ലീഗാണ് എവിടെയാണ് മത്സരിക്കുന്നത്? കേരളത്തിലല്ലാതെ. ഒന്ന്, മുസ്ലിം ലീഗിന് പരാജയ ഭീതി പൂണ്ട് STPIയുടെ നേതാക്കന്മാരെ KTDCയുടെ റിസോർട്ടിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യേണ്ടി വരുന്നൊരു ഗതികേടിലേക്ക് മുസ്ലിം ലീഗ് കേരളത്തിൽ ഉൾപ്പെടെ മാറിയില്ലേ? ആകെ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഒന്ന്, പിന്നെ ഇടതുപക്ഷം എവിടെയാണ് BJPക്കെതിരെ മത്സരം? ഞങ്ങൾ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി BJPക്കെതിരായിട്ടായിരുന്നു പോരാട്ടമെങ്കിൽ അതിൻ്റെ ആ ഒരു സന്ദേശം നൽകുന്ന നിലയിലുള്ള മത്സരമായിരുന്നില്ലേ, സ്ഥാനാർത്ഥിത്വമായിരുന്നില്ലേ ഉണ്ടാവേണ്ടിയിരുന്നത്? നിങ്ങൾ നോക്ക്, ഇടതുപക്ഷത്തിൻ്റെ സമുന്നതനായ നേതാവ്, വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാർ BJPയുടെ കേന്ദ്രമന്ത്രിക്കെതിരെ ബഹുസരായ് എന്ന് പറയുന്ന ബീഹാറിലെ മണ്ഡലത്തിൽ നേരിട്ട് മത്സരിക്കുകയാണ്. ഇടതുപക്ഷ ശക്തികൾക്ക് സാധ്യമാവുന്ന സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് ഇടതുപക്ഷം മത്സരിക്കുകയാണ്.
സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസോ. കോൺഗ്രസ് ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് ചെയ്യുന്ന നിലപാടെന്താ? ഒന്ന്, മതനിരപേക്ഷ ശക്തികൾക്ക് സ്വാധീനമുള്ള കേരളത്തിൽ ഉൾപ്പെടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഉൾപ്പെടെ മത്സരിച്ചുകൊണ്ട് മതനിരപേക്ഷ വോട്ടുകളെ ഛിന്ന ഭിന്നമാക്കുക. ഒന്ന്. രണ്ട്, ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വർഗീയ കാർഡിറക്കുക. അതാണ് ഇവിടെ പശു പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. കുറേ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കുക. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥിരതയോടുകൂടി RSSനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അതിൽ മഷി നിറച്ച് തോക്കുകൊണ്ട് വെടിയുതിർത്ത് കൊല ചെയ്തു 2019 ജനുവരി മാസം 30 എന്ത് പ്രതിഷേധമാണ് ഇന്ത്യ രാജ്യത്ത് ഗാന്ധിയുടെ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 6 പതിറ്റാണ്ട് കാലം രാഷ്ട്രീയ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസിന് സാധിക്കില്ല. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു വയനാടിൻ്റെ വികസനമില്ലായ്മയെക്കുറിച്ച്. എന്ത് അർഹതയാണ് BJPയുടെ പ്രതിനിധിക്ക് അത് പറയാനുള്ളത്? നിങ്ങൾ നോക്ക്, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? BJPയാണ്. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാത്രികാല ഗതാഗത നിരോധനം വയനാടിൻ്റെ പ്രധാന പ്രശ്നമാണ് എന്ന് നിലപാട് സ്വീകരിച്ചു. കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്ര മന്ത്രിസഭയെ ബന്ധപ്പെട്ടുകൊണ്ടൊരു സമിതിയെ വെച്ച് അതിൻ്റെ ഭാഗം റിപ്പോർട്ട് വന്നു. 250 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് മാറ്റിവെച്ചു. നിങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ ഇതോടുകൂടി നിന്നു. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കരുത്. നിങ്ങൾ അവിടെ ഉപരിതല ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടാണ് ഉണ്ടായത്. 2 ഗവൺമെന്റുകൾ ഇതിൽ പങ്കുവഹിക്കണം. കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ കർണാടക ഗവൺമെന്റും. കേരളത്തിലെ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു. എന്നാൽ കർണാടക ഗവൺമെന്റ് അത്തരം നിലപാട് സ്വീകരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് അത് പരിഹാരമുണ്ടാക്കേണ്ട കേന്ദ്ര ഗവൺമെന്റാണ്. രാത്രികാല ഗതാഗത നിരോധനം വനാതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് വനമേഖലയോട് കടന്നു വരുന്ന പ്രശ്നമാണ്. അത് കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രത്തിന് അതിനിർണായകമായ പങ്കുള്ള ഒരു വകുപ്പാണ്. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്? റെയിൽവേ ആരുടെ വകുപ്പാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പാണ്. എന്താണ് ആ കാര്യത്തിൽ ചെയ്തത്? ഇത്തരത്തിൽ കോൺഗ്രസിന്റെ MP 10 വർഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വയനാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നതോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന വിഷയം അത് തന്നെയാണ്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, അതാണ് നമ്മുടെ സംസാര വിഷയം, കോൺഗ്രസ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ, രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുമെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു വെക്കുന്നത്. അതെ, അതില് നമുക്കൊരു ഉദാഹരണമായി പറയാൻ കഴിയണ്ടേ? ഒരു ജില്ലാതലത്തിലുള്ള ഒരു മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു വലിയ രൂപത്തിലുള്ള ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത നാടാണ് ഇപ്പോഴും വർഷങ്ങളായി അമേത്തി എന്ന് പറയുന്ന സ്ഥലം, അമേത്തി എന്ന് പറയുന്ന മണ്ഡലം. അവിടെ സാക്ഷരതാ നിരക്ക് വയനാടുമായി താരതമ്യം 30% താഴെയാണ്. വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ സമാധാനം പറയേണ്ടി വരില്ലേ? വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നിങ്ങൾ നോക്ക്, വയനാട് ജില്ലയോട് എത്രമാത്രം അനുകൂലമായ നിലപാടിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കും. നമ്മൾ കാണാതെ പോകാൻ പാടുണ്ടോ? ഇവിടെ ജില്ലാ ആശുപത്രിയിൽ UDF ഭരിക്കുമ്പോൾ എത്രയായിരുന്നു ഡോക്ടർമാരുടെ എണ്ണം? കേവലം 18 ആയിരുന്നു. ഇന്ന് 65 ഡോക്ടർമാരുടെ ആശുപത്രിയായി ജില്ലാ ആശുപത്രി മാറി. കൽപ്പറ്റ ജനറൽ ആശുപത്രി ഡോക്ടർമാരുടെ എണ്ണത്തിൽ, അടിസ്ഥാന വികസനത്തിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടായി. മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലും 600 കോടി രൂപ ആദ്യം മാറ്റിവെച്ചു, 16 കോടി മാറ്റിവെച്ചു. പിന്നീട് ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിർമ്മിക്കാൻ കഴിയാതിരുന്നത്. നമുക്കറിയാലോ, വസ്തുതകൾ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണ്ടേ. അതിനുശേഷം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം വലിയ രൂപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാന ഘട്ടത്തിലേക്കാണ്. ശ്രീ പ്രശാന്ത് മലവല എന്തുകൊണ്ട് പറയാൻ നിങ്ങളിലേക്ക് വരാം. അതായത് മെഡിക്കൽ കോളേജിൻ്റെ വിഷയമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും വികസനമെത്താത്ത മേഖലയാണ് വയനാട് ജില്ലയിലെ മിക്ക മേഖലകളും. ഈ മെഡിക്കൽ കോളേജിനൊക്കെ വേണ്ടിയിട്ട് ഇനിയും എത്ര കാലം കാത്തിരിക്കും? BJPക്ക് എത്രത്തോളം ഇതിൽ ശ്രദ്ധ ചെലുത്താൻ സാധിച്ചു? ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പ്രസ്താവന, ശ്രദ്ധേയമായ പ്രസ്താവനയാണ്. ദക്ഷിണേന്ത്യയെ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് താൻ ഇവിടെ സ്ഥാനാർത്ഥിയായത്. തന്റെ സ്ഥാനാർത്ഥിത്വം അതിനുവേണ്ടിയാണ്. BJPയുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ദക്ഷിണേന്ത്യയെ അത്രത്തോളം അവഗണിച്ചു എന്നാണ് ആ പ്രസ്താവന വ്യക്തമാക്കുന്നത്. അതിലൊന്നും എന്ത് യാഥാർത്ഥ്യമാണല്ലോ? അൽഫോൺസ് കണ്ണന്താനം ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? മറ്റേ 2 MP മാരെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലുമില്ല. വി മുരളീധരൻ, സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള MP മാരെ എവിടത്തെയാണ്? കുമ്മനം രാജശേഖരൻ മിസോറാമിൻ്റെ ഗവർണറായത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? അപ്പോൾ സദാനന്ദ ഗൗഡ ദക്ഷിണേന്ത്യയിലെ മന്ത്രിയായിരുന്നില്ലേ? ഇതൊക്കെ എന്താ പറയുക, ദക്ഷിണ മേഖലയെ ഇതാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വിഭജനത്തിൻ്റെ ഒരു ട്യൂണാണത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. വയനാട് ജില്ലയിലെ BJP എന്ത് ചെയ്തിട്ടുണ്ട്? BJPക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി ഉണ്ടാക്കി നരേന്ദ്രമോദി.
113 ജില്ലകളെ ഉൾപ്പെടുത്തി. ആ 113 ജില്ലകളെ ഉൾപ്പെടുത്തിയപ്പോൾ അതിലൊരു ജില്ലയായി വയനാട് ജില്ലയെ നരേന്ദ്രമോദി ദത്തെടുത്തു. അവിടെ എന്ത് സംവിധാനം വേണം? അൺലിമിറ്റഡ് മണി കൊടുക്കാം. എന്ത് സംവിധാനം വേണം? എന്ത് സംവിധാനമാണ് അവിടെ ഇല്ലാത്തത്? സ്കൂൾ വേണോ? കോളേജ് വേണോ? മെഡിക്കൽ കോളേജ് വേണോ? ഈ പാലം വേണോ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്താ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്? ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റ് പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭരണത്തിൽ കൈകടത്തുകയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ ഇവരെന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യുന്നുമില്ല. നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടങ്ങളിലേക്കാണ്. ഇനി എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെ പങ്കുവയ്ക്കുന്നു? വലിയ വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്? പെട്ടെന്ന് തന്നെ നമുക്ക് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ MP യെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഏതാണ്ട് ആദ്യം 5 വർഷം MP തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് 1056 കോടി രൂപയുടെ വികസനം ഈ വയനാട് ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ദേശാഭിമാനി പത്രത്തിൽ കറക്റ്റ് കിടക്കണ്ടേ ഏതാണ്ട് MSDP പദ്ധതിയിലൂടെ വയനാട് ജില്ലയിൽ ഇപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജ് 100 കോടി രൂപ, ഇതുപോലെ കുരുമുളക് കർഷകർക്ക് സ്പൈസസ് പദ്ധതിയിലൂടെ 52 കോടി, ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഭൂമി ഇവിടുത്തെ സർക്കാരാണ് അത് ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്. റഫീഖിന് ഇത് പറയാനുള്ള അവകാശമില്ല. കാരണം മെഡിക്കൽ കോളേജ് UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് റഫീഖ് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് വയനാടിനോട് ഒരുപാട് സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. വയനാട്ടിൽ വികസനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് ഇതുവരെ 2 വർഷക്കാലമായിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന്റെ വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകളും പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് അധികാരത്തിലിരുന്ന പ്രശാന്തിന്റെ പാർട്ടിക്കാരനായ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വയനാടിന്റെ മൊത്തത്തിലുള്ള വികസനങ്ങളുടെ പ്രശ്നങ്ങളാണത്. അതിലെ സംബന്ധിപ്പം 8 മന്ത്രിമാരുണ്ടായിരുന്നു. M.A. ഷാനവാസ് MP കേന്ദ്രാവിക്ഷിത പദ്ധതികൾ നടപ്പിലാക്കിയ ഇന്ത്യയിലെ 5 MPമാരിൽ ഒരാളാണ്. 5 MPമാരിൽ ഒരാളാണ്. 90% കേന്ദ്ര ഫണ്ട് വിഹിതം ചെലവഴിച്ച ഒരു MP ആണ്. ഇതൊക്കെ പറഞ്ഞത് ദേശാഭിമാനിയാണ്, ഞങ്ങളല്ല. അപ്പോ അത്തരത്തിലുള്ള വികസനങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് ആരോഗ്യ മേഖലയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്? ആരാണ് ഇവിടെ സർവേ നടത്തിയത്? GSI എന്ന് പറയുന്ന സംഘടന സർവേ നടത്തി എന്നാണ് ഇവർ പറയുന്നത്. ആദ്യം ഇവർ ഈ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിന് സ്വത്തായിട്ടുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിക്ക് 10 കോടി രൂപ അനുവദിക്കാനാണ് ആദ്യത്തെ ബഡ്ജറ്റ് തയ്യാറായത്. ആരോഗ്യ മേഖലയിലേക്ക് 1 രൂപ പോലും വെക്കാൻ തയ്യാറായില്ല. മെഡിക്കൽ കോളേജ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജ് ഇവർ വെറുതെ പറയുകയാണ് പുതിയ ഭൂമി എടുത്തിട്ട് എന്ത് ചെയ്യും? അതിനൊക്കെ ഒരുപാട് കാലതാമസം വരും. ഇത് കൃത്യമായി ഒരു സർവേ നടത്താത്ത ഒരു സാഹചര്യത്തിൽ വെറുതെ സർവേയുടെ പേര് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കിയിട്ടുള്ള ഒരു സമീപനമാണ്. ഫണ്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അത് പറയാം. MP-യുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ലോക്കൽ പ്രദേശങ്ങൾക്കുള്ള വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് എല്ലാ MP-മാർക്കും പ്രതിവർഷം 5 കോടി രൂപ ലഭിക്കുന്നതാണ്. അതിൽ 32 കോടി രൂപയാണ് നെറ്റിലടിച്ചാൽ കിട്ടും. 32 കോടി രൂപ മാത്രമാണ് M.A. ഷാനവാസ് ആ ഫണ്ട് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു ഫണ്ട് പോലും ചെലവഴിച്ചത് 32 കോടിയാണ്. 18 കോടി രൂപ ലാപ്സാക്കി. ഇവിടെ പറഞ്ഞല്ലോ ആരോഗ്യ മേഖല. നിങ്ങൾ പറയൂ, വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി, ഗർഭിണികൾ ചികിത്സ കിട്ടാതെ മരിച്ചിരുന്ന ആശുപത്രി, കുട്ടികൾ മരിച്ചിരുന്ന ആശുപത്രി, ആ ആശുപത്രി ഇവിടെ 50 കോടി രൂപയുടെ ബിൽഡിംഗ് പ്രവർത്തനം നടക്കുകയാണ്. ഡോക്ടർമാരെ നിയമിക്കുന്നത്, സർക്കാർ ഡോക്ടർമാരെ നിയമിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അല്ല, സർക്കാരാണ്. അവിടെ PK ജയലക്ഷ്മി ഉള്ള സമയത്താണ് 18 ഡോക്ടർമാരുണ്ടായ സ്ഥലത്താണ് 65 ഡോക്ടർമാരിലേക്ക് മാറിയത്. ഇവിടെ വയനാടിന്റെ റോഡുകൾ നിങ്ങൾ എടുക്കുക, എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുന്നതിനും മികച്ച നിലയിലാക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ വികസനങ്ങൾ വയനാടിന് വേണ്ടി ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ആ വികസനങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കാണിക്കും. ഇന്ത്യ രാജ്യത്തെ BJP-യുടെ ഗവൺമെന്റ് താഴെ ഇറക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിക്കാണിക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളെ ശിഥിലമാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഇത് ബോധ്യപ്പെടുത്തി വയനാട്ടിൽ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുകയും ആ ക്യാമ്പയിനിലൂടെ ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളത് എന്നാണ്. ശ്രീ പ്രശാന്ത് പലവയിൽ, തുഷാർ വെള്ളാപ്പള്ളിയുടെ വിജയം എങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ എത്തുന്നത്? പെട്ടെന്ന് തീർക്കാം നമുക്ക്.
അതായത് BJP ഇതിൽ ആശങ്കയൊന്നുമില്ല. BJP വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഒട്ടനവധി വികസനങ്ങൾ നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ ഞങ്ങൾ മുന്നിൽ ഉയർത്തി കാണിക്കും. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. 2 ലക്ഷം പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. 2.5 ലക്ഷം ടോയ്ലറ്റുകൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. 5 ലക്ഷം പേർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. 1000 റോഡുകൾ വ്യാജമായി പ്രചരിപ്പിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദിയും BJP സംഘടന ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാണ് BJP-യുടെ ആ തുഷാർ വെള്ളാപ്പള്ളി യുവജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ BJP-യുടെ സുഹൃത്തിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2 കോടി യുവജനങ്ങൾ പ്രതിവർഷം തൊഴിൽ നൽകും. 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ നൽകും. എത്ര ആൾക്കാണ് കൊടുത്തത്? 1 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ ഭാഗമായി 10 ലക്ഷം പേർ തൊഴിൽ നൽകപ്പെട്ടു. ഇതാണ് വസ്തുത പറയാതെ വ്യാജ പ്രചാരം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പറയുന്നത് ദയവായി സോഷ്യൽ മീഡിയയിൽ പറയുന്ന ശ്രീ പ്രശാന്ത്, ശ്രീ റഫീഖ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചകളിൽ ന്യൂസ് ആൻഡ് ടോക്കിന്റെ ചർച്ചകളുണ്ട്. ശ്രീ ഹാരിസ്, എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പെട്ടെന്ന് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഏതാണ്ട് 5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം റഫീഖ് ചെയ്യേണ്ടത്, ഇവിടെ ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ക്ഷണിക്കുക ഏറ്റവും വലിയ കക്ഷിയെയോ അല്ലെങ്കിൽ മുന്നണിയോ ആണ്. ഒരിക്കലും CPM വരാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. വോട്ടെണ്ണൽ മെയ് 23-ന് നടക്കുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. അവകാശവാദങ്ങളും വാദപ്രതിവാദങ്ങളും തുടരുമ്പോഴും ഓരോ വോട്ടർമാരുടെയും കൈകളിൽ, അവരുടെ മനസ്സുകളിൽ ആരാണ് നിലകൊള്ളുന്നത്, വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉയർത്തിക്കാണിക്കാൻ സാധിക്കും, എല്ലാം ന്യൂസ് ആൻഡ് ടോക്ക് അടുത്ത ആഴ്ചകളിലും ചർച്ച ചെയ്യും. ഇവരുടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി നമ്മൾ വീണ്ടും എത്തും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് DYFI ജില്ലാ സെക്രട്ടറി ശ്രീ K റഫീഖ്, ഒപ്പം യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ, അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് K ഹാരിസ്, 3 പേരോടും നന്ദി. ന്യൂസ് ആൻഡ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നമസ്കാരം.